St. Paul says we should not be conformed to this world. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നാം നോക്കിയാൽ, when we see the condition or the status of this world ലോകം now, പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. this world is going beyond all prophetical matters. മനുഷ്യന്റെ സങ്കല്പങ്ങളെ ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഭൂമിയുടെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. The condition of this earth is changing beyond all human imaginations. നാളെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ള വ്യക്തമായ അറിവ് രാജ്യത്തെ ഭരിക്കുന്നവർക്കില്ല, ലോകത്തിലുള്ള ജനങ്ങൾക്കുമില്ല. There is not in a perfect known area that the people who are reigning our country and the people in this world, that they don't know what will happen tomorrow. എല്ലായിടത്തും ജനങ്ങൾ ഭീതിയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. In all places people are going in fear. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യർ ഭയപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. We know that people are fearing many things around us. അതിലൊന്ന് മാരകമായ രോഗങ്ങളാകും. The first thing is very critical diseases. വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. Even though medical science was in a higher state, പക്ഷേ പുതിയ പുതിയ രോഗങ്ങൾ നാൾതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. but many new diseases are coming day to day. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിലും ചില പ്രവചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Related to the second coming of our Lord Jesus Christ, even in Bible we have seen many prophecies. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. You will hear about war, ചഞ്ചലപ്പെടാതെ ഇരിപ്പീൻ. but you should not be wavered. ഇന്നത്തെ ലോകത്തിൽ യുദ്ധങ്ങളല്ല മനുഷ്യനെ ഭയപ്പെടുന്നത്, യുദ്ധത്തെക്കുറിച്ചുള്ള ശ്രുതികളാകും. In this time people are not fearing about war, but the news around war. നമുക്കറിയാം, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തിന് മുഴുവൻ ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ്. We know now the president of North Korea, he is becoming a great challenge to the whole world. കിം ജോങ് ഉൻ എന്ന് പറയുന്നതായ 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, King John, just only 34 years old. ലോക രാജ്യങ്ങളെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. He is keeping the whole world in a critical state. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ, yesterday paper also you may have read. ജപ്പാനെ ഞങ്ങൾ കടലിൽ മുക്കിക്കളയും. He has told that we will put the whole Japan into the sea. അമേരിക്കയെ ഞങ്ങൾ ചാരമാക്കി കളയും. We will make the USA into ashes. വികസനത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ജപ്പാനും ശക്തി കൊണ്ട് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യമായ അമേരിക്കയും ആ രാജ്യം വെല്ലുവിളിച്ചിരിക്കുകയാണ്. This Korea has challenged both Japan and America in a great challenging way. എന്നാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭീതിയിലൂടെ പോവുകയാണ്. So the whole nation, the whole people in the world is going in a great turmoil these days. വാക്കിൽ പറഞ്ഞാൽ സമാധാനം എന്നുള്ളത് തൊട്ടു നോക്കുവാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. In short, we can tell that we can find peace anywhere. എന്നാൽ അതിന്റെ മധ്യത്തിലാണ് നസ്രയനായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ലോകത്തോട് പറഞ്ഞത്. But among this the Lord Jesus Christ have come into this world and told like this, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. My peace I have given to you. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. I am giving my peace to you. ലോകം തരുന്നത് പോലെ അല്ല. It's not like the world is giving. യേശു ലോകത്തിൽ വന്നത് ഭൂമിക്ക് അഥവാ മനുഷ്യർക്ക് സമാധാനത്തെ നൽകുവാൻ വേണ്ടിയായിരുന്നു. Jesus has come into this world to give peace unto the people. ദൈവം മനുഷ്യന് കൊടുക്കുന്നവയെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, the Spirit of God revealeth the things which God is freely giving to man. അതിനെ മറയ്ക്കുന്ന ഒരു ലോകത്തിന്റെ ആത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. We can see a spirit of the world which cover those things. ആ ആത്മാവിന് ലോകത്തിൽ നിലനിൽക്കുകയാണ്. That spirit is still in the world. അങ്ങനെ ഒരു ആത്മാവ് ലോകത്തിൽ നിലനിൽക്കുന്നത്? Why that spirit is sustaining in this world? യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, we read in 1 John chapter 5 verse 19, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. We see the whole world lieth in wickedness. ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. The whole world is in the control of the wicked one. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. That's why apostle says that we should not be conformed to this world. ഈ ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുമ്പോൾ, while this world is under the control of Satan, സാത്താന്റെ സ്വഭാവങ്ങൾ ഈ ലോകത്തിലുണ്ട്. there are natures of Satan can be found here.
പ്രവൃത്തികൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. His works can be revealed here. അതുപോലെ അവന്റെ ഒരു ആത്മാവിനെയും നമുക്ക് വെളിപ്പെട്ടു വരികയാണ്. Likewise, we can see a spirit of world or spirit of Satan here. ആത്മാവിനെയാണ് ലോകത്തിന്റെ ആത്മാവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. That spirit we called as spirit of Satan. അതിന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? What is doing that? ദൈവം മനുഷ്യന് കൊടുക്കുന്നതിനെല്ലാം തിരശ്ശീലയിട്ട് മറയ്ക്കുകയാണ്. It is covering all the things which God are freely giving to man with a veil. ആധ്യാത്മിക മണ്ഡലത്തിൽ കൂടെ നാം നോക്കിയാൽ, Even if we see in spiritual realm today, ദൈവിക സത്യങ്ങളെ പലതും പലയിടത്തും മറച്ചു കളയുകയാണ്. in many areas all gospel or spiritual truths are being covering. ദൈവത്തിന്റെ ആത്മാവ് അതിനെല്ലാം തുറന്നു കൊടുക്കുമ്പോൾ, When the spirit of God shows it or reveal it, ലോകത്തിന്റെ ആത്മാവ് അതിനെല്ലാം മറച്ച് മൂടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. but the spirit of this world is covering all such. കഴിഞ്ഞ രാത്രിയിൽ രണ്ട് വിഷയങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. Yesterday night we have meditated just two എന്താണ് things. ദൈവം മനുഷ്യർക്ക് നൽകിയത്? What all things God is giving to man. പാപം നിറഞ്ഞ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ, In this world which is full of sin and wickedness, ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യവർഗം വീണ്ടെടുക്കപ്പെടുവാൻ, in order for the man to get redeemed from that എന്താണ് state, ദൈവം മനുഷ്യർക്ക് നൽകിയത്? what God is giving unto man, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നസ്രയനായ യേശുവാകും. the first and prominent thing which God is giving to this earth or this world is Lord Jesus. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. യേശുവിനെ ദൈവം ലോകത്തിൽ നൽകി. God has given his son Jesus into this world. നമുക്ക് അനുഭവിപ്പാൻ എങ്ങനെയാണ് ലഭ്യമായത്? How we can experience that Christ? നാശത്തിൽ നിന്ന് വിടുവിപ്പാൻ വേണ്ടി ക്രിസ്തുവിനെ ദൈവം നൽകി. God has given Christ in our lives to have deliverance from destruction. നമുക്ക് ആരായി തീർന്നു? What Jesus has become for us. ഒന്നാമത് അവൻ നമ്മുടെ രക്ഷകനായി. First of all, he has become our savior. രക്ഷ നൽകുവാൻ നമുക്ക് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നു. In order to save us, he has become a lamb, Passover lamb, which has been slain. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ പരിപാലിപ്പാൻ അവൻ അവർക്ക് അനുഗമിക്കുന്ന ഒരു പാറയായി തീർന്നു. In order to preserve the spiritual people, those who are redeemed by his precious blood, he has become their spiritual rock. ഇന്നും ആ പ്രവൃത്തി ദൈവം ലോകത്തിൽ ചെയ്യുകയാണ്. Even today, God is doing the work in this world. രണ്ടാമതായി നാം ചിന്തിച്ചത്, we have meditated secondly, ലോകത്തിലേക്ക് വന്നപ്പോൾ, when Christ has come into this world, നാമത്തിലൂടെ വീണ്ടെടുപ്പ് അനുഭവിപ്പാൻ തക്കവണ്ണം, in order to experience the redemption through Christ, ജാതികൾക്ക് പോലും മാനസാന്തരത്തെ നൽകിയെന്ന് ദൈവവചനം പറയുന്നു. Word of God says God is giving even Gentiles repentance. മാനസാന്തരത്തെ ദൈവം നൽകുകയുണ്ടായി. God is giving repentance even to Gentiles. അതിന്റെ ആ പൂർണ്ണതയെക്കുറിച്ചും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. We have seen yesterday the perfection of repentance too. മാനസാന്തരം ജാതികൾക്ക് മാത്രം മതിയായതാണോ? Repentance is for only for Gentiles. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? It is for any peculiar nation. ആത്മാവ് പറയുന്നു മാനസാന്തരം ദൈവസഭകൾക്കും ആവശ്യമാണ്. But Holy Spirit says clearly that repentance is needed for even the church of God. പരിശുദ്ധാത്മാവ് 4 സഭകൾക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ടെന്ന് ആത്മാവിനാൽ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. Even the book of Revelation, Holy Spirit clearly tells us there is need of repentance for 4 churches. എഫെസോസ്, പെർഗമോസ്, സർദിസ്, ലവോദിക്ക തുടങ്ങിയ സഭകളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. To the church in Ephesus, to the church in Pergamos, Sardis and Laodicea, the Spirit of God says you need to repent. എന്തിനാണ് ഈ സഭകൾ മാനസാന്തരപ്പെടേണ്ടത് എന്നും ആ ഭാഗങ്ങൾ നാം വായിച്ചറിഞ്ഞു. Why they need to repent, we have seen it yesterday. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ, when we come again to the word of God today, ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ ആത്മാവ്, the spirit which is working in this world today, മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മകളെ മറയ്ക്കുകയാണ്. It is hiding or covering the goodness which God is preparing for his people. മനുഷ്യർക്കും അത് ഗ്രഹിപ്പാൻ കഴിയാതെ അവർ അജ്ഞരായി പോയിക്കൊണ്ടേയിരിക്കുന്നു. So many people are even ignorant today, not knowing the things which God is preparing for them. മൂന്നാമതായി നാം നോക്കുമ്പോൾ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുഭവം, tonight the third thing which God is giving to his people, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ലോകത്തിൽ ഇല്ലാതെ പോകുന്നതാകുന്നു. I have reminded you initially the thing which the world is losing these days. സമാധാനം ഇല്ലാതെ മുൻപോട്ട് പോവുകയാണ്. People are losing peace these days. എല്ലാവരും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. All are going through various problems. എല്ലാവരുടെ ആഗ്രഹം സമാധാനം വേണം എന്നുള്ളതാകും. Everybody needs peace.
സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to Numbers chapter 6 verse 25, തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. the Lord lift up his countenance upon thee and give thee peace. വായിച്ചു. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. The Lord lift up his countenance upon thee and give thee peace. ഇത് ഒരു സാർവത്രിക ആഹ്വാനമായി കാണുവാൻ കഴിയും. This is a worldwide invitation. ഒരാളോടുള്ളതല്ല. It is not to a single person. നമുക്കെല്ലാവർക്കും ഈ രാത്രിയിൽ ഈ വചനം എന്റേത് എന്ന് നമുക്കൊന്ന് ഏറ്റെടുക്കാം. Even tonight we can claim this verse as our own. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇത് എനിക്ക് വേണ്ടിയുള്ളത് ഒന്ന് ഏറ്റെടുക്കാമോ? All those who are hearing this verse, can you take this verse as yourself? യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. The Lord lift up his countenance upon thee and give thee peace. ഞങ്ങൾ ഒരു മതത്തെ പ്രസംഗിക്കുവാൻ നിൽക്കുന്നവരല്ല. We are not here to preach any religion. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നവർ അല്ല. We are not here to preach or to show any denomination. ക്രിസ്തുവിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ സമാധാനത്തെ നിങ്ങളുടെ മുമ്പാകെ വെളിവാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. We say that the light of God should be revealed through the peace through Christ. ഈ രാത്രിയിലും ആ വചനം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. Even tonight shall we all claim this verse. ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. There is life in word of God. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. There is life and power in the word of God. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ഉദ്ധരിക്കുവാൻ കഴിയും. Even the word of God can redeem you. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ മാറ്റുവാൻ സാധിക്കും. The word of God can change you. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. Those who believe that power of word of God shall experience. ഇന്ന് രാത്രിയിൽ അവരിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. The power of word of God they will experience tonight. ആകാശം മാറിയാലും ഭൂമി മാറ്റപ്പെട്ടു പോയാലും, even if the heaven and earth shall pass away, മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനം ഈ രാത്രി നമ്മോട് പറയുകയാണ്. The word of God which have no change. ശക്തനായ ദൈവം, the almighty God, അവന്റെ അത്ഭുതത്തിന്റെ മുഖം നമ്മുടെ മേൽ ഉയർത്തിയിട്ട് he is lifting his wonderful അവൻ നമ്മോട് countenance പറയുന്നു, നിനക്ക് സമാധാനം. and he is telling us you may have peace. ദേശമേ നിനക്ക് സമാധാനം. Oh land of Kadambanad, you may have peace. 4 മൈൽ പ്രദേശമേ നിങ്ങൾക്ക് സമാധാനം. All this 4th mile area shall you have peace. ഈ രാത്രിയിൽ ആ സമാധാനം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. Even tonight the peace of God rule our ആ hearts. സമാധാനത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് വീടുകളിലേക്ക് പോകാം. Let us experience that peace and go to our അവൻ home. അത് നൽകുവാൻ ആഗ്രഹിക്കുമ്പോൾ He want to give us, ലോകത്തിന്റെ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? but what does the spirit of this world do? മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. This spirit of world is covering that peace. പൗലോസ് പറയുകയാണ്, St. Paul says, ദൈവത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് നൽകുന്നതിനെ വെളിവാക്കി തരുകയാണ്. the spirit of God revealed the things which God has really given. ലോകത്തിന്റെ ആത്മാവ് അതിനെ മറച്ച് മൂടിക്കളയുകയാണ്. But the spirit of this world is covering all such things. ഈ രാത്രി വേളയിൽ Even tonight, എന്റെ സമാധാനത്തിന്റെ മാർഗ്ഗം ദൈവം നിന്റെ മുൻപാകെ തുറന്നു തരികയാണ്. God is opening a way to show you a പ്രിയ peace. സഹോദര, പ്രിയ സഹോദരി, Beloved brother and sister, പ്രിയ യൗവനക്കാരി, beloved young people, നിങ്ങളുടെ മുൻപാകെ സമാധാനത്തിന്റെ വഴികൾ അടയപ്പെടുകയാണ്. when the ways of peace are closing before you, അതുകൊണ്ട് സമാധാനമില്ല എന്ന് നിങ്ങൾ പറയരുത്. therefore you should not come to conclusion that there is no peace. ദൈവത്തിന്റെ ആത്മാവ് അത് മറയ്ക്കുകയില്ല. Never, the spirit of God never hideth it, ലോകത്തിന്റെ ആത്മാവ് അതിനെ മറച്ചു കളയുക. but the spirit of world will cover it. ഒരിക്കൽ ഒരു സാധുവായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. Once a poor man was walking along. ഒരു യാചകനാണ്. He was a beggar. ദീർഘനാളുകളായി ഭിക്ഷയെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. For many long years he is doing his beggarly. ആ പ്രദേശത്ത് ഒരു ധനികനായ മനുഷ്യനുണ്ടായി. In that area there was a rich man. അദ്ദേഹം ഈ മനുഷ്യനെ കണ്ടിട്ട് ദയ തോന്നിയിട്ട് that rich man had compassion on this beggar. അവന്റെ ഈ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് അദ്ദേഹത്തിന് തോന്നി. He thought shall all the poverty of this poor man. വഴിയിൽ ഒരു സ്വർണ്ണക്കട്ട, ചെറിയൊരു സ്വർണ്ണക്കട്ട കൊണ്ട് അവന്റെ മുമ്പിൽ ഇട്ടു കൊടുത്തു. And on the way while he is coming, this rich man has kept a golden pot. അതിനെ അടുത്ത് വന്നപ്പോൾ when that beggar came near that, അവന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത. he has another thought. ഞാൻ ഇത്രയും നാളും കണ്ണു തുറന്ന് നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടി. And all these days I was opening my eyes. ഇനിയും ഞാൻ ഒരു അല്പസമയം ഒന്ന് കണ്ണടച്ച് നടക്കാൻ പോവുകയാണ്. And for some time I am closing my eyes. സമയം കണ്ണടച്ച് ഇങ്ങനെ തപ്പി തപ്പി നടന്നു പോയി. For some time he was closing his eyes. മുൻപിൽ കിടന്ന നന്മയുടെ കട്ട അവൻ ചവിട്ടി മെതിച്ചപ്പുറത്തേക്ക് പോയി. The thing which was kept in front of him, he പലപ്പോഴും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? Many times in our lives too this has happened. ദൈവം ഒരു നന്മയുടെ വഴി തുറക്കുവാൻ
തുറക്കാൻ തുടങ്ങുമ്പോൾ, God has opened a way of goodness. അറിയാതെ നമ്മുടെ കണ്ണുകൾ മൂടിപ്പോയിട്ടില്ലേ? Without our knowledge, our eyes are being നമ്മുടെ closed. ആത്മീക നേത്രങ്ങൾ അടയപ്പെട്ടു പോയിട്ടില്ലേ? Our eyes of understanding has been അതിന്റെ closed. പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്നറിയുമോ? You know what was working behind it? ആത്മാവ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുക. It was the spirit of world which was working behind that. നിങ്ങൾ അതിനെതിരെ എന്താണ് ചെയ്തത്? What you have done for that? വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. You were praying for goodness. പക്ഷേ നിങ്ങളുടെ കണ്ണിനെ തിരശ്ശീലയിട്ട് മൂടുന്ന ലോകത്തിന്റെ ആത്മാവിനോട് നിങ്ങൾ പോരാടിയിട്ടുണ്ടോ? But did you resist against that spirit of world? ഇന്ന് പലർക്കും അതിനോട് പോരാടുവാൻ സാധിക്കുന്നില്ല. Even today, many cannot resist against that spirit. ആത്മാവിനെതിരെ പ്രാർത്ഥിപ്പാൻ പലർക്കും കഴിയുന്നില്ല. Many cannot pray against that spirit of the world. നേത്രങ്ങളെ ആ ആത്മാവ് മൂടിക്കളയുകയാണ്. Many once their spiritual eyes has been closed by that spirit. ഈ രാത്രിയിൽ നമ്മുടെ നന്മയെ മുടക്കുന്ന ലോകത്തിന്റെ ശക്തികൾ, Even tonight, the spirit of the world, നമ്മുടെ the power which is അനുഗ്രഹത്തെ മുടക്കുന്ന ലോകത്തിന്റെ ശക്തികൾ, the power which is covering our blessings. എത്ര ശക്തിയുള്ളതാണെങ്കിലും, Even how much power it has. സ്തോത്രത്തിന്റെ മുൻപാകെ എരിഹോ മതിൽ വീണതുപോലെ, It's like before praises the wall of Jericho fell. എരിഹോ മതിലിനെ തകർക്കാൻ ഒന്നും ചെയ്തില്ല. The people of God had done nothing to make the wall of Jericho fall. മടുത്തു പോകാതെ നടക്കുകയാണ് ചെയ്തത്. They were without fail of faith. They were walking around. യോശുവ അവരോട് ആർപ്പിടുവാൻ പറഞ്ഞപ്പോൾ അവർ ആർപ്പിട്ടപ്പോൾ, When Joshua told them to shout, അവരുടെ യാത്രയുടെ മുമ്പിലെ തടസ്സമായ മതിൽ തകർന്ന് താഴേക്ക് വീണു. the wall of Jericho was fell down before them. ഈ രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? How many people are believing it tonight? നൂറുകണക്കിന് ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. Hundreds of people of God are here. വിശ്വാസമുള്ള ദൈവമക്കളെ, Oh, people of God, those who are having നമ്മുടെ faith. മധ്യേ ശത്രു അടയ്ക്കുന്ന വാതിലുകളെ തുറക്കുക. God has opening all the gates of heaven. സാത്താൻ കെട്ടിയുണ്ടാക്കുന്ന മതിലുകൾ തകർന്നു പോകുക. All the wall which was making by Satan is being destructed. നിന്റെ വിശ്വാസത്തിന് സാധ്യമാണ്. Your faith can do that. നിന്റെ വിശ്വാസത്തിന് സാധ്യമാണ്. Your faith can do ഒരു that. നിമിഷം കണ്ണുകളെ മൂടിയാട്ടെ. Please close your eyes for a moment. വിശ്വാസമുള്ള ദൈവമക്കൾ കണ്ണുകളെ അടച്ചാട്ടെ. Please close your eyes. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. Now only you and your Lord Jesus before you. സർവശക്തനായ ദൈവവും നിങ്ങളും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. The Almighty God and you only. അതിന്റെ ഇടയിൽ പിശാചില്ല. There is no Satan in അതിന്റെ you. ഇടയിൽ ലോകത്തിന്റെ ചിന്തകൾ ഇല്ല. There is no case of the world അതിന്റെ between ഇടയിൽ us. ലോകത്തിന്റെ ആത്മാവില്ല. There is no spirit of the world before ഒരു that. നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. By faith, lift up your hands. സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. We are going to praise God. ലോകത്തിന്റെ ആത്മാവ് തകർന്നു പോകട്ടെ. Let the spirit of the world be destroyed. ദൈവം തന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്രേ. We have been given the spirit of God. നിങ്ങൾക്ക് പോരാടുവാൻ തക്കവണ്ണം ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. Let the spirit of God strive within you ആത്മാവിനോട് പൊരുതുവോ to resist against the spirit of the world. അഭിഷേകത്തെ തന്നിട്ടുണ്ട്. God has given us anointing. നിനക്കൊരു വിശ്വാസം തന്നിട്ടുണ്ട്. God has given us your faith. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. By faith you praise God tonight. ശക്തമായി സ്തോത്രം ചെയ്താട്ടെ. Praise God. നാളെയല്ല, Not tomorrow. നാളെയല്ല, Not tomorrow. വൈകുന്നേരമല്ല, Not this evening. ഇന്ന് രാത്രിയിലല്ല, Not tonight. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. No, that will happen. വിശ്വാസമുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. Those who are faith shall praise God. ശക്തിയിൽ അത് സംഭവിക്കാൻ പോകും. By the power of praises it will happen. കടമ്പനാട് ദേശത്ത് ദൈവം അത് ചെയ്യുവാൻ പോകുന്നു. Even in this place of Kalamanad, God is doing that. സ്തുതിച്ചാട്ടെ. Shout, let us all praise God. Praise the Lord, 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 praise the Lord. Stotram, stotram, stotram. Amen. Stotram, stotram. സ്തുതികളിൻ ഘോഷം മുഴങ്ങിടട്ടെ. സ്തോത്ര സ്തുതികളിൻ ഘോഷം മുഴങ്ങിടട്ടെ. സർക്കാരും സൈന്യവും ഓടിടട്ടെ. സ്തുതിയിൽ ഘോഷത്താൽ ധൈര്യമായി വിശ്വാസത്തോടെ സ്തുതിയിൽ ഘോഷത്താൽ കൊണ്ടകൾ തകർത്ത് അത്ഭുതങ്ങളവൻ ചെയ്തിടട്ടെ. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ. സകല സൈന്യവും ഓടിടട്ടെ. സ്തുതിയിൽ ഘോഷത്താൽ കൊണ്ടകൾ തകർത്ത് അത്ഭുതങ്ങളവൻ ചെയ്തിടട്ടെ. സ്തുതിയിൽ ഘോഷത്താൽ കൊണ്ടകൾ തകർത്ത് അത്ഭുതങ്ങളവൻ ചെയ്തിടട്ടെ. സ്തുതിയിൽ ഘോഷത്താൽ കൊണ്ടകൾ തകർത്ത് അത്ഭുതങ്ങളവൻ ചെയ്തിടട്ടെ. സ്തുതിയിൽ ഘോഷത്താൽ കൊണ്ടകൾ തകർത്ത് അത്ഭുതങ്ങളവൻ വിശ്വാസമുള്ള ദൈവമക്കളുടെ മധ്യേ അടയാളപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ.
Hallelujah, 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 hallelujah. Amen. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ കർത്താവ് ഇന്ന് നമുക്കായി ജീവിക്കുകയും Even our Lord is living for us today. ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ മധ്യേ അവന്റെ പ്രവർത്തികൾ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. Even tonight our Lord started to work among us. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ When we start to praise our God, ശത്രുവിന്റെ ശക്തികൾ നമ്മുടെ മധ്യേ വീണുപോകും. all the powers of enemy is falling down. കണ്ടുകൊണ്ട് വേണം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. You should see it and be in the presence of God. കേൾവിക്കാരെ പോലെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കരുത്. You should not be like just only hearers here. വചനങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ When the word of God is coming to you, ചെയ്തതിനെ കണ്ടുകൊണ്ടിരുന്നാട്ടെ. you have to see that. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തത് നിങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നാട്ടെ. You should see that God is doing that for you. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, Even if you are sitting നിങ്ങൾ പോകുന്ന വഴിയിൽ, while you are നിങ്ങൾ going, ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ, while the place where you are ദൈവം reaching, തന്റെ പ്രവൃത്തിയെ നിങ്ങൾക്കായി ചെയ്തു കഴിഞ്ഞു. God is doing His work for you. ഇനി അത് അനുഭവിച്ചാൽ മാത്രം മതി. You just have to experience ലോകത്തിന്റെ it. ആത്മാവിനെ മൂടിക്കളയരുത്. The spirit of this world should not cover it. ആത്മാവിനെ മൂടിക്കളയരുത്. The spirit of the world should not cover it. ശക്തിയോടെ നിങ്ങൾ ജീവിച്ചുകൊള്ളുവീ. You should live in the spirit. വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര ചെയ്തുകൊള്ളുവീ. You journey by faith. വിശ്വാസികളായ ദൈവത്തിന്റെ ജനമേ, Oh, people of God, believers, നമ്മളെ അനാഥരായി വിട്ടുകളയുകയില്ല. He will not leave us comfortless. വിളിച്ചവൻ വിശ്വസ്തനത്രേ. The one who has called is faithful. തള്ളിക്കളയുകയില്ല. He will not leave us അവന്റെ comfortless. നീതിയുള്ള ഭുജത്താൽ നമ്മെ അവൻ പിടിച്ചിട്ടുണ്ട്. He has called by His right hand of righteousness. നമ്മെ എടുത്തുകൊണ്ട് പോവുകയില്ല. The enemy shall not take us away. വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര ചെയ്താട്ട് Go by faith. തിരുമുഖം നിന്റെ മേൽ ഉയർത്തിയിട്ട് The Lord lift up His countenance upon you സമാധാനം നൽകുമാറാകും. and may give thee ഈ peace. രാത്രി നിങ്ങൾക്ക് അത് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? Tonight can you ഈ experience രാത്രി that? നിങ്ങൾക്ക് അത് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? Tonight can you experience നിങ്ങളുടെ that? ബലഹീനതകളെ മാറ്റി ബലപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. In order to remove your weakness and to നിങ്ങളുടെ make you strong. പരാജയങ്ങളെ ജയമാക്കുവാൻ അവൻ സർവശക്തനാണ്. In order to convert all your failures into victory. ശാരീരികമായ ചില ബലഹീനതകൾക്കൂടെ ആയിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്നത്. I have come to the presence of God with certain weakness. ഞാൻ രാത്രിയിലെ മീറ്റിംഗിന് ശേഷവും ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടായി. Even after yesterday's night meeting, I had some problems. എന്നാൽ ഇപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി ദൈവസന്നിധിയിൽ But now I am healed in the presence of God. കാലം ഇവിടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ While there was fasting prayer today, വന്നിരുന്നില്ലെങ്കിലും ആ പ്രാർത്ഥനയിൽ കഴിവുള്ളിടത്തോളം ഞാൻ എന്റെ മുറിയിലിരുന്നതിൽ സംബന്ധിച്ചു. and I was in that meeting while I am in room. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാനും പങ്കാളിയായി തീർന്നു. In the prayer point which I heard, I was also. ഞാനും പങ്കാളിയാകുവാൻ In the shout of praises, even I also was. മക്കളെ, നമുക്ക് ഈ കാലങ്ങൾ വേണ്ടത് അതാകുന്നു. In this time, people of God, we need that. പലയിടങ്ങളിലും ഭൗതികമായ പല വഴികളും ഇഷ്ടം പോലെ ഉണ്ട്. In many places, there are always for literal blessings. കൺവെൻഷൻ സ്ഥലങ്ങളിലും സുവിശേഷ മീറ്റിംഗുകൾ നടക്കുന്നിടത്തും എല്ലാം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. Even in the places of a convention and gospel meetings, many such fasting prayers should be there. ഈ അനുഭവങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. In earlier times, all such were there. എന്നാൽ ഇന്ന് ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. But all these things are falling away from us. കിച്ചണിലെ വേലകളൊക്കെ അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്യട്ടെ. The things which have to do in kitchen, the people only should do that. ദൈവസന്നിധിയിൽ വന്നിരുന്ന് മുഴങ്കാൽ മടക്കി ദൈവത്തോട് കരയട്ടെ. Yes, all the people should come into the presence of God and pray. സ്വർഗ്ഗത്തിലെത്തുമ്പോൾ such prayer will go to heaven. സ്വർഗ്ഗം തുറന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരുവാനിടയായി. Then the heavens will open and all the blessings will be showered upon us. ആ പ്രവൃത്തി ദൈവം നമുക്കായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Even tonight the God is doing that work. സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കും. The God who has healed me can heal you. ദൈവം നിങ്ങൾക്കും ആരോഗ്യം നൽകും. The Lord who has strengthened me can strengthen you. നമ്മുടെ എല്ലാ സഭകളിലും ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ ഉണ്ടാകട്ടെ. So such a great spiritual prayerful atmosphere should be in all our churches. കർത്താവിന്റെ ശുശ്രൂഷക്കാരോട് ഞാൻ താഴ്മയോട് ഓർപ്പിക്കുകയാണ്. To all servants of God also I am mentioning ഇങ്ങനെയുള്ള that. കൂട്ടങ്ങളിലെല്ലാം പകൽക്കാലം നടക്കേണ്ട പ്രാർത്ഥനകൾ ശക്തമായി നടക്കട്ടെ. All the day meetings, fasting prayers should be go in great order. നമ്മുടെ രാത്രി മീറ്റിംഗിന്റെ അനുഗ്രഹമാണത്. That will be a great blessing to our night meeting. എന്റെ അടുക്കൽ വന്ന് സഹോദരങ്ങളോട് ചോദിച്ചു, പകൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. Somebody asked me, so is there any believers for day meeting? നല്ല കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. So I have heard that. ഇരുന്നവരെയും പ്രാർത്ഥിച്ചവരെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for all the people who have prayed today. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. You should not leave any opportunity. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുമ്പോൾ, when we cry in the presence of God, നമ്മുടെ മുഖം താഴുമ്പോൾ, when we cry and because of pain, when our
ഭാരങ്ങളാൽ നമ്മുടെ ശരീരം തളരുമ്പോൾ, when our body became weak because of burden, ദൈവം തന്റെ തിരുമുഖം നിനക്ക് വേണ്ടി ഉയർത്തുകയാണ്. the Lord of heaven shall lift up his അവന്റെ countenance. കരം നിനക്കായി അവൻ ഉയർത്തി തരുകയാണ്. His hand will be lifted up for you. സമാധാനത്തെയും നിന്നിലേക്ക് അയച്ചു തരികയാണ്. He will send his peace for you. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. He is the God of peace. മനുഷ്യർക്ക് അവൻ അത് നൽകുമ്പോൾ, When he is giving to his people, ലോകത്തിന്റെ ആത്മാവ് അതിനെ മറച്ചു കളയും. the spirit of this world is covering that. നമുക്ക് പോരാട്ടമുള്ളത് ഈ ശക്തിയോടാകുന്നു. Now we have struggled against this. ലോകത്തിന്റെ ആത്മാവിനോട് നാം പോരാടിക്കൊള്ളണം. We have to strive against the spirit of the world. ലോകത്തിന് നാം അനുരൂപപ്പെട്ടു പോകരുത്. That's why Apostle says we should not be conformed to this world. അനുരൂപപ്പെട്ടു പോയാൽ നമുക്ക് ചിലപ്പോൾ കഷ്ടതയും പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. So if we are conformed to this world, we may not have any big sufferings. എതിർത്ത് നിന്ന് നോക്ക്, കഷ്ടതകൾ പ്രയാസങ്ങൾ വരും. But if you start to resist it, you may have sufferings. മധ്യേ ദൈവം നിങ്ങളെ സമാധാനം നൽകിയാൽ, But in the midst of all those, God shall keep you in peace. എങ്ങനെയാണ് ഈ സമാധാനം നമുക്ക് ലഭ്യമാകുന്നത്? How you will attain that peace? 19 സങ്കീർത്തനത്തിന്റെ 165 വാക്യം വായിക്കുമ്പോൾ, In Psalms 119 verse 165, മഹാസമാധാനമുണ്ടെന്നാണ് ദൈവവചനം. we read there, they have great peace. മഹാസമാധാനമുള്ളത്. Who may have great peace? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. പ്രമാണത്തോട് പ്രിയമുള്ളവർ, Those who love their law, ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളവർ. those who love the word of God. എത്ര പേർക്ക് വചനത്തോട് പ്രിയമുണ്ട്? How many love the word? ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? How many can love the word of God truly? ദൈവവചനത്തെ വലിയ സ്നേഹമാണ്. Some love the word of God very. വചനത്തെ അല്ല, ആ ബൈബിളിനെ വലിയ സ്നേഹമാണ്. They love not the word of God, the Bible. ചിലര് ഉറങ്ങാൻ നേരത്ത് വേദപുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ട്. Some people even while sleeping they keep the Bible in the chest. ചിലരുടെ വിശ്വാസം അങ്ങനെയാണ്, വേദപുസ്തകം നെഞ്ചത്ത് വെച്ചാൽ പിശാചൊന്നും അടുത്തോട്ട് വരത്തില്ലെന്ന്. Somebody have a belief that if you keep the Bible in your heart, no evil power will touch them. പുസ്തകത്തിന് പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ല. The book doesn't have any power, വചനങ്ങൾക്കാണ് ശക്തി. but the word of God has power. ബൈബിളിനെ അല്ല നാം സ്നേഹിക്കേണ്ടത്. So we should not love this Bible. അതിലെ വചനങ്ങളെ നാം സ്നേഹിപ്പാൻ. We should love the word inside it. അതിൽ ദൈവാത്മാവ് എഴുതി വെച്ച വാക്കുകളെ നാം സ്നേഹിപ്പാൻ. We should love the word which the Spirit of God has written. ദൈവത്തിന്റെ പ്രമാണങ്ങൾ എന്നാണ് അതിനെ ഉറപ്പിച്ചിരിക്കുന്നത്. That is said as the law of Lord. പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. Those who love His law has great peace. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to God. അതിനോട് നല്ല പ്രിയമുണ്ടായിരിക്കണം. We should love that law. നന്നായി സ്നേഹിപ്പാനിടയായി തീരണം. We need to love it. ദിവസേന നാം ദൈവത്തിന്റെ വചനം വായിപ്പാനിടയായി തീരണം. Daily we should read those verses. ഒരു യവനക്കാരൻ പഠന സംബന്ധമായി പുറത്തേക്ക് പോവുകയാണ്. One young person was going far for education. വീട്ടിലുള്ളവർ ചേർന്ന് അവന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. The people in his house were packing his suitcases. അതെല്ലാം കഴിഞ്ഞ പെട്ടിയെല്ലാം ഫുള്ളായി. His baggages were full. ഇനിയും ചില സാധനങ്ങൾ കൂടെ വെക്കാനുണ്ട്. He told something else should keep it. ഒരു കണ്ണാടി വെക്കാനുണ്ട്. I have to keep a spectacle. ഒരു വാൾ വെക്കാനുണ്ട്. ഒരു വാൾ. I have to keep a sword. ഒരു ചുറ്റിക വെക്കുവാനുണ്ട്. I have to keep a hammer. ഇങ്ങനെ പല കാര്യങ്ങൾ വെക്കുവാനുണ്ട്. All these things I have to keep. പറഞ്ഞു അതൊന്നും ഇനി ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ല. So his relatives told, there is no space for all such. പുസ്തകം എടുത്തിട്ട് പറഞ്ഞു അതെല്ലാം ഇതിനകത്തുണ്ട്. That young person told, this is my Bible, all such things I have said this. ദൈവത്തിന്റെ വചനം ഒരു ചുറ്റികയാകും. Word of God is a hammer. ദൈവത്തിന്റെ വചനം ഒരു വാളാകും. Word of God is a sword. വചനം ഒരു കണ്ണാടിയാകും. Word of God is a spectacle. എത്ര പേർ അതിനെ സ്നേഹിക്കുന്നുണ്ട്? How many love that? ദൈവവചനത്തെ നിങ്ങൾക്ക് സ്നേഹിപ്പാൻ കഴിയുമോ? Can you love this word? ദൈവവചനത്തെ വായിച്ച് അതിനെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. Can you understand? Can you love and understand the word? ദീർഘവർഷങ്ങൾക്ക് മുമ്പ്, many years before, വിദേശ രാജ്യങ്ങളിലെ ഒരു സ്ഥലത്ത്, in a foreign country, ഒരു സ്ഥലത്ത് ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. in a place where worship was going on, പെട്ടെന്ന് മുഖംമൂടിധാരികളായ അക്രമികൾ ആ ഹോളിനെ വളഞ്ഞു. Suddenly the black masked people came and surrounded the place of worship. They closed the doors. എല്ലാവരുടെയും വേദപുസ്തകം അവർ വാങ്ങി. They took the Bible of all people. ഒരേ ഒരു വാതിൽ മാത്രം തുറന്നു വെച്ചു. Only one door was open. വാതിലിന്റെ മുമ്പിൽ ഈ വേദപുസ്തകങ്ങളെല്ലാം നിരത്തി വെച്ചു. They have kept all the Bible in that open door. എല്ലാവരുടെ കയ്യിൽ മെഷീൻ ഗൺ തോക്കുമായിട്ടാണ് നിൽക്കുന്നത്. All these terrorists, these people has machine guns. എല്ലാവരും തോക്കുകളുമായി നിൽക്കുകയാണ്. They had guns. വേദപുസ്തകം വാതിലിന്റെ മുമ്പിൽ നിരത്തി വെച്ചു. They have kept the Bible in the front of the door. ജീവൻ വേണ്ടവർ ഈ വേദപുസ്തകത്തെ ചവിട്ടി വെളിയിൽ പോകണം. Those who need their own life, you should tread upon this Bible and to go. ആവിൽ നിറഞ്ഞ തകർത്ത ആടിയവരൊക്കെ വേദപുസ്തകത്തെ ചവിട്ടിയും ഹൈജമ്പി ആടിയും ഒക്കെ പുറത്തു പോയി. So many people of God, those who are filled in spirit, they have tread upon this Bible and gone outside. ഒരു കൊച്ചു പെൺകുട്ടി എഴുന്നേറ്റു.
a small girl got up. എല്ലാവരും ചവിട്ടിപ്പോയ വേദപുസ്തകമെല്ലാം പൊടികൾ അഴുക്കുകൾ നിറഞ്ഞു കിടക്കുകയാണ്. That those all people has trod upon, it was full of dust. പെൺകുട്ടി ആ വേദപുസ്തകം ഒരെണ്ണം കയ്യിലെടുത്തു. That small girl took one of those Bible. അവളുടെ കയ്യിലുണ്ടായിരുന്ന ടവൽ അവൾ ഒരു കയ്യിലെടുത്തു. She took a towel. ആ വേദപുസ്തകത്തിൽ ഇരുന്ന അഴുക്കും മണ്ണും ഒക്കെ തുടച്ചു കളയുവാൻ. She wiped away all dust and unclean things in that Bible. അധികം വൈകിയില്ല, അക്രമികളിൽ ഒരാളുടെ തോക്ക് ഗർജിച്ചു അവളുടെ മാറ് പിളർന്ന് വെടിയുണ്ടകൾ അകത്തേക്ക് പോയി. Within a short time, one of the gun rifle of one terrorist shouted, and പെൺകുട്ടി വേദപുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് യേശുവിന്റെ അടുക്കലേക്ക് പോയി. That small girl was keeping the Bible in her chest and went to be with the Lord. പ്രിയ ദൈവമക്കളെ, Oh beloved people of God, നാളെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇതുപോലുള്ള പരീക്ഷകൾ വന്നേക്കും. they may have trials tomorrow before me and you. നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുമോ? ദൈവമാർഗത്തെ സ്നേഹിക്കുമോ? Can you love the word of God and can you love this? പരീക്ഷ മുമ്പിൽ വരുമ്പോഴാണ് നാം ആരാണെന്ന് തിരിച്ചറിയുന്നത്. When trials comes only we will know who we are.